രാജാ സാറിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജോസൂട്ടി ചേട്ടൻ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണ്ടേ അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് 92 to 96 ആണ് ഞാൻ 4 വർഷം, ഏകദേശം 4 വർഷം രാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത്. 42ഓളം സിനിമ 93 ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നല്ല തിരക്കുള്ള സമയത്തായിരുന്നു വായിച്ചിരുന്നത്. റീ റെക്കോർഡിങ് വരുമല്ലോ, എല്ലാം വരുമല്ലോ. സോങ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസത്തോളം പല ഫിലിമിന്റെ പൂജ സോങ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മിക്കവാറും ഫിലിമിലൊക്കെ ഒരു 5-6 സോങ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാ ദിവസവും 2 കോൾ ഷീറ്റ്സ്, രാവിലെ ഒരു സോങ്, വൈകുന്നേരം ഒരു സോങ് ആയിരിക്കും. രാവിലെ ഞങ്ങളൊരു 7 മണിക്ക് തന്നെ വരും. പക്ഷേ ഒരു 9:30-10 മണിയാകുമ്പോഴായിരിക്കും സ്കോർ വരണ്ടിരിക. രാജ് സാർ റൂമിലിരുന്ന് അന്നത്തെ പാട്ടിൻ്റെ എഴുതിയിട്ട് അസിസ്റ്റൻ്റിൽ കൊടുത്തു വിടും. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഓരോ ആർട്ടിസ്റ്റുകളുടെ എല്ലായിടത്തും കൊണ്ടുവന്നിട്ട് അത് വിതരണം ചെയ്യും. പിന്നെ ഞങ്ങളതിൽ നിന്ന് ഞങ്ങൾ എഴുതുന്ന ഞങ്ങളുടെ ഭാഗം, അതായത് വയലിൻ 3 റോയായിരുന്നു, 9, 9, 8, 26 വയലിനുള്ള ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വയലിൻ വായിക്കുന്നവരുണ്ട്, ഞാൻ സെക്കൻഡ് വയലിനാണ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോർഷൻ അതിൽ നിന്ന് എഴുതിയെടുക്കും. അതിനുശേഷം എല്ലാവരും ഒന്ന് വെറുതെ ടച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ, അവിടെ ഒന്നും ഒച്ച ഉണ്ടാക്കാൻ പറ്റില്ല. ടച്ച് ചെയ്ത് എല്ലാവരും അവനവനൊന്ന് നോക്കിയിട്ടിരിക്കും. മാത്രമല്ല അതിനകത്ത് ഒരു മാറ്റവും കാണത്തില്ല, ഒന്നുമില്ല, ചേഞ്ചൊന്നുമില്ല, ഒരു ചേഞ്ചും ഇല്ല, കൃത്യമായി. പിന്നെ റീ റെക്കോർഡിംഗ് ആണെങ്കിൽ ഹോളിൽ വന്നിരുന്ന് ഫസ്റ്റ് റീലിട്ട് കണ്ടിട്ട് ഒരു 40 പേജിന്റെ ബുക്ക് പോലത്തെ ഒരു ബുക്കുണ്ട്. അതെ, അതിൽ തലയൊക്കെ ഉള്ള അല്ല, ഫിലിമും കാണുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തോ ഇങ്ങനെ ചെറുതായിട്ട് ടൈം ഡ്യൂറേഷൻ എന്തോ ഒക്കെ എഴുതി വയ്ക്കും. അത് കഴിഞ്ഞാൽ ഫിലിം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ എഴുത്ത് ആരംഭിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറകെ പോയി നിന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തലയിട്ട് എഴുതിയെടുക്കുകയാണ് എല്ലാവരും. ഒരു മ്യൂസിക് പോലും ഒരു ഇച്ചിരി നീട്ടാനോ കുറയ്ക്കാനോ ഉണ്ടാകത്തില്ല. അതെല്ലാം ടെമ്പോയിലൊക്കെ ആയിരിക്കും. 40 ബാറുണ്ടെങ്കിൽ 40 ബാർ തീരുമ്പോൾ അത് മാറിയിട്ടുണ്ടാവും. 0-0-0 അത് ചേഞ്ച് ഓവേഴ്സോടെ വരും മ്യൂസിക്. അത്ര അക്യുറേറ്റ് ആണ്. പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റ് ഓയിൽ. അമൃത് വേണി ഡാൻഡ്രോക്വിറ്റ്.